സമയം ഇപ്പോൾ ഒരു 12:30 ആയിട്ടുണ്ട്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പുറത്ത് പോവാണ്. ദോഹയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് ഒരു ആഫ്റ്റർനൂൺ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് എനിക്ക്. എമ്രു ഇവിടെ ഭയങ്കര ബിസിയാണ്. ഞാനിവിടെ മേക്കപ്പ് ചെയ്യുന്ന സമയം കൊണ്ട് അവൻ എന്തൊക്കെ ഈ റൂമിൽ നിന്ന് കിട്ടുമോ അതെല്ലാം കൂടെ എടുത്ത് മുതലാക്കുന്നുണ്ട്, കളിക്കാൻ കിട്ടുന്നത്. അല്ലെങ്കിൽ ഈ റൂമിൽ അധികം കയറ്റാറില്ല. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് അവൻ അധികം കയറ്റൂല. കാരണം അവന് പറ്റിയ തിങ്സ് ഒന്നും അല്ല ഇവിടെ ഉള്ളത്. കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം എമ്രുവിനെ. എമ്ര എന്തോ നെയ്യുന്ന നീ? ഹെയർ ഡ്രയർ അതിൻ്റെ അകത്തിട്ടാ? എമ്രു എന്തോ നെയ്യുന്നെന്ന്? ഒരു ആക്രിക്കട പോലെയാണ് ഈ റൂം കിടക്കുന്നത്. ആക്രിക്കട പോലെ കിടപ്പുണ്ട്. അതായത് സ്ക്രാപ്പ് ഐറ്റംസ് ഒക്കെ കിടക്കുന്ന പോലെ ഇവിടെ കുറേ ചപ്പും ചവറുമാണ് ഈ റൂമിൽ കിടക്കുന്നത്. എൻ്റെ ഹെയർ ഡ്രയർ എടുത്ത് വെച്ച് കളിക്കുകയാണ്. ഇങ്ങോട്ട് വാ എമ്രു, പോവാം, നമുക്ക് പുറത്ത് പോവാം, വാ. അതിൻ്റെ അകത്ത് ഇട്ടാ? ഞാൻ ആദ്യം പുറത്ത് കൊണ്ടുപോയപ്പോൾ ഭയങ്കര കരച്ചില്ല. അവൻ ഈ റൂമിൻ്റെ അകത്ത് തന്നെ തിരിച്ചു വരണമെന്ന്. പിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവന്നു. റീക്കാണെങ്കിൽ ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. ഞാൻ ആ ഗ്യാപ്പിൽ മേക്കപ്പൊക്കെ ഇട്ട് വേഗം റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദോഹയിൽ പോകുന്നത് കാരണം എന്തായാലും കുറച്ചൊന്ന് ലേറ്റ് ആവും. അതുകൊണ്ട് ഞാനൊരു സ്നാക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബാഗിൽ. ഇവൻ കാണാണ്ട് ഞാൻ ഒളിപ്പിച്ചാണ് ബാഗിൽ വെച്ചത്. എമ്രു എൻ്റെ ബാഗൊക്കെ ചെന്ന് അരിച്ചു പിറക്കി ഒരു സ്നാക്ക് ഉണ്ടെന്നൊക്കെ കണ്ടെത്തി അവസാനം വാപ്പാടെ പറഞ്ഞ് അതിരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കൊടുക്കട്ടെ എന്ന്. കാറി കയറുമ്പോൾ എന്തായാലും ഉറങ്ങും. അപ്പോൾ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തേ. ഇനി പോകാനുള്ള കള്ളക്കരച്ചിലാണ് ഇവിടെ കിടന്ന് കരയുന്നത്. ഗൈസ്, നമ്മൾ അമ്മൻ മെസ്സിലാണ് ലഞ്ച് കഴിക്കാൻ പോകുന്നത്. കാറി കയറിയപ്പോൾ തന്നെ എമ്രു നല്ല ഉറക്കം ഉറങ്ങിയത് കാരണം നല്ല ഹാപ്പി ആയിട്ടാണ് എഴുന്നേറ്റ്. ചിരിച്ച് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ നമ്മൾ അമ്മൻ മെസ്സി വന്ന് ഇവിടുത്തെ ലഞ്ച് കഴിച്ചിട്ടാണ്. ഇവിടുത്തെ ലഞ്ച് ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇവിടുത്തെ എല്ലാ ഫുഡും എനിക്കിപ്പോൾ ഇഷ്ടമാണ്. ലഞ്ച് നമ്മളിതിന് മുന്നേ വന്നപ്പോൾ ലഞ്ച് മീൻസ് വെജിറ്റബിൾ റൈസ്. എന്താണ് വെജിറ്റബിൾ റൈസോ? അല്ല, ഊണ്. അതാണ് പച്ച മലയാളത്തിൽ പറഞ്ഞ ഊണ്. അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ PHCCയിലൊന്ന് പോവുകയാണ്. പക്ഷേ ഇവിടെ ലീവാണ് ഇപ്പോൾ. അതൊന്നും അറിഞ്ഞുകൂടാതെ PHCC വർക്കിംഗ് അല്ല എന്ന് പോലും അറിഞ്ഞുകൂടാതെ നമ്മളിതാ PHCC വലിയ കാര്യത്തിൽ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇന്ന് ഇല്ല, എമർജൻസി മാത്രമേ ഉള്ളൂ എന്ന്. ഇവിടെ വന്നപ്പോൾ കണ്ട ആരുമില്ല ബേസ്മെൻറ്റിലൊന്നും. അല്ലെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. സംഭവം വേറൊന്നും അല്ല, എമ്രൂനാണെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് കഴിഞ്ഞ മാസമാണ് നമ്മൾ വാക്സിൻ എടുക്കാൻ പോയത്. അപ്പോൾ പോയപ്പോൾ ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നായിരുന്നു. അത് ഇതുവരെ എടുത്തില്ല. അങ്ങനെ എടുക്കാൻ വന്നതാണ്. ഇപ്പം നെക്സ്റ്റ് വീക്ക് പോയി എടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ എമ്രു രക്ഷപ്പെട്ടിട്ടുണ്ട്. എമ്രുനാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകണം തീരെ ഇഷ്ടമില്ല. ഡോക്ടറിനെ പിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ബ്ലഡ് ടെസ്റ്റ് ഞാനും വിഷമിച്ചാണ് പോയതോ, അവൻ ഇനി ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കണമല്ലോ, അവൻ കരയല്ലോ എന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ എന്നെ സ്നേഹിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. കാരണം ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് ഇവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്നേഹിക്കാറുണ്ട്. അതുപോലെ അവൻ തിരിച്ചു എന്നെയും സ്നേഹിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ന്യൂജയിലുള്ള അൽമീറയിൽ വന്നു. എവിടെ പോണേ? പാപ്പ പൈസ കൊടുത്തില്ല, നീ എവിടെ പോകുന്നത്? ഇവിടെ കൊണ്ടുവന്ന് വിടേണ്ട താമസം എമ്രു അതാ നേരെ ഓടി ബോൾ പിറ്റിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇവിടെ കളിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ബോൾ പിറ്റിൽ കിടന്ന് കളിക്കുമെന്ന്. പക്ഷേ ഇല്ല, ഇവൻ നേരെ പിന്നെ അങ്ങോട്ട് ബാക്കിയുള്ള സ്ഥലത്തും ചെന്നാണ് കളിച്ചത്. ബോൾ പിറ്റിൽ നിന്ന് ഇറങ്ങില്ല. എനിക്ക് തോന്നുന്നു തലേ ദിവസം നമ്മൾ അൽക്കോറിലുള്ള ഇവരുടെ തന്നെ അൽക്കോറിൽ ഒരെണ്ണം ഉണ്ട്, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഒരുപാട് നേരം 1 hour എന്തോ ബോൾ പിറ്റിൽ കളിച്ചായിരുന്നു. അതുകൊണ്ടായിരിക്കണം തോന്നുന്നു, മടുത്തിട്ടായിരിക്കണം. ബാക്കിയല്ല സാധനത്തിലും പോയിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ കുറേ നേരം, അതായത് ഒരു മണിക്കൂർ നമ്മൾ ഇവനെയും ഇവിടെ കളിപ്പിച്ചുകൊണ്ടിരുന്നേ. ഇത് കഴിഞ്ഞ് നമ്മൾ റീക്കാടെ ഒരു ഫ്രണ്ട് ഗൗതം ചേട്ടനെ കാണാൻ പോകണം. ചേട്ടൻ ഇന്ന് ഓഫീസുണ്ട്, അങ്ങനെ ചേട്ടൻ പോയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ് ആ ഓഫീസ് 5 മണിയൊക്കെ ആവും. അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ കറങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോവാന്നേ. അപ്പോൾ ഇവൻ്റെ ബോറടിയും മാറുമല്ലോ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, മിക്കവർക്കും മനസ്സിലാവും. എപ്പോഴും ഈ ഒരു ഇൻഡോർ ആക്ടിവിറ്റീസ് ഞാൻ എപ്പോഴും വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ സമ്മർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമ്മറായ ഭയങ്കര ചൂടായിരിക്കും, വിൻ്റർ ആണെങ്കിൽ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വീട്ടിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്നത് കാരണമേ ഇവർക്ക് ഭയങ്കര മടുപ്പായിരിക്കും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഇല്ലെങ്കിൽ പിന്നെ വീട്ടിൻ്റെ അകത്ത് നമ്മൾ ഈ ബേർഡ്സിനെയൊക്കെ കൂട്ടിലിട്ട് മൃഗങ്ങളെയൊക്കെ വളർത്തുന്ന പോലെ നമ്മൾ വളർത്തേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇൻഡോർ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഒരുപാടുണ്ട്. എല്ലായിടത്തും കാണും കേട്ടോ, എല്ലാ മാളിലാണെങ്കിലും എല്ലായിടവും കാണും. അപ്പോൾ ഇവിടെ കൂടുതലും കുട്ടികളെയൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും കൊണ്ടുപോയി ഒന്ന് സമയമൊക്കെ അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കളിപ്പിക്കാറുള്ളത്. ഇതിൻ്റെ മണ്ടി കയറി ഇത് എടുക്കാം കേട്ടോ. ഇവിടെ വന്നിരിക്കും, ഇവിടെ ഇരുത്തെറിയിക്കാം, ഇപ്പുറത്തിരുത്ത് വൈറ്റ് കസേരയിൽ. എന്നാ കളിക്ക്. ഈ മാറ്റാ ഇത് ഇങ്ങനെ
ഇത് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുന്നതാ. കളിക്കുന്നുണ്ട് അറിയിക്ക, അതിൽ വെക്കുന്നുണ്ടാവാൻ എല്ലാം എടുത്ത് വെച്ചു കൊടുക്കും താഴെ. അയ്യോ എമ്പ്രോ എല്ലാം എടുത്ത് വെക്ക്. വെള്ളം കുറെ നേരമായി. ചായ കുടിക്കുന്ന ഓറഞ്ച് എവിടെ വാവേ നോക്കട്ടെ. ഓറഞ്ച് ആപ്പിളാ? ഓറഞ്ച് കേട്ടാ, ഇത് പോയി. ഇത് ചീത്ത ഓറഞ്ച് റീക്ക, കൊള്ളൂല, വേറെ വാങ്ങാം. എമ്പ്രോ എല്ലാം ഇവിടെ എടുത്തോണ്ട് വന്നു. ഇതാ റീക്ക ഫുൾ ഷവായ. കഴിച്ചാ എമ്പ്രോ? കഴിച്ചാ? എമ്പ്രോ കഴിക്കണം, കഴിച്ചോന്ന് പറഞ്ഞപ്പോ ചിക്കൻ ചിക്കൻ ചിക്കൻ. ചെയറിലിരുന്ന് എമ്പ്രോ ഇപ്പതാ ടേബിളിന്റെ പുറത്ത് കയറി. എന്തോ എമ്പ്രോ ഇന്ന് എമ്പ്രോ തിരിച്ച് വീട്ടിൽ വരില്ല. വരുന്നെങ്കിൽ ഈ പാട്ടകളും കൊണ്ടായിരിക്കും വരുന്നത്, അല്ലേ എമ്പ്രോ? എമ്പ്രോ എമ്പ്രോ പുറത്തിരുന്നാണോ കളിക്കേണ്ട? ബഹള കളിച്ച് മതിയായില്ല എന്നാണ് ഈ ബഹളം. നോ 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 അറ്റാക്ക് ചെയ്യല്ലേ എമ്പ്രോ വാപ്പായ. വാപ്പ പാവം. അത് കഴിഞ്ഞ് നമ്മൾ ഇനി ഗൗതം ചേട്ടനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വന്നിട്ട് വയ്യ, ക്യാമറയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, അവിടെ നിന്ന് വന്നപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു. 1 മണിക്കൂറൊന്നും പോരാ കളിക്കാൻ. അവിടെ ഇഷ്ടം പോലെ ടോയ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവന് മതിയാവുന്നില്ല എത്ര കളിച്ചിട്ടും. പാവം, പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ല, വേറെ കളിക്കാനും ആരും ഇല്ലല്ലോ. ഇങ്ങനെ നമ്മൾ പുറത്ത് കൊണ്ടുവന്നാലല്ലേ ഉള്ളൂ. കുറേ നേരം എമ്പ്രോൻ്റെ കൂടെ കളിക്കാൻ നിർത്തി, ഒരു 1 hour. അത് കഴിഞ്ഞ് ഇങ്ങനെ കറങ്ങിയപ്പോഴത്തേക്ക് എമ്പ്രോ ഉറങ്ങി. ഞാനും കുറച്ച് നേരം ഇങ്ങനെ കണ്ണൊക്കെ അടഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ കിടന്നു. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നെല്ലേപ്പർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. റീക്ക് അടിപൊളി വടയൊക്കെ മേടിച്ചുകൊണ്ട് വന്നേ. എമ്പ്രോ ഉറങ്ങണോണ്ട് ഞാൻ പോയില്ല. എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ റീക്ക നല്ല അടിപൊളി വടയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവനെ എഴുന്നേൽപ്പിക്കേണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കാറിൽ തന്നെ ഇരുന്നത്. എഴുന്നേറ്റാൽ പിന്നെ ഇവൻ്റെ ഉറക്കം പോകും. ഓൾറെഡി വയലൻ്റായി ഇരിക്കുകയായിരുന്നു, ഉറക്കപ്പീച്ചിലേ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഞാൻ പറഞ്ഞ ചായയും എന്തെങ്കിലും കഴിക്കാൻ കാറിൽ കൊണ്ടുപോവാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ചായക്ക് കുറച്ച് മധുരം കൂടിപ്പോയി, എന്നാലും കുഴപ്പമില്ല, ഞാൻ നല്ലപോലെ ചായയൊക്കെ കുടിച്ചേ. ഉറങ്ങി ഗൈസ്, ഒരു കാര്യം കാണിച്ചു തരാം. വട വന്ന ഉടനെ ഇതാ ഒരാൾ വട കഴിക്കാൻ വേണ്ടി കുത്തി കയറ്റാണ്. എരിയുണ്ടതില്, മുളകുണ്ട്. വടയ എടുത്ത് പെട്ടെന്ന് വായിലാക്കിയാണ് കേട്ടാ കൊടുക്കാൻ വേണ്ടി. ഇതാ ഇവിടെ നിന്ന് എടുക്ക്. Da. അങ്ങനെ ഗൗതം ചേട്ടനെയൊക്കെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വിലാജോ മാളിലാണ് വന്നത്. പ്രതീക്ഷിക്കാതെ വന്നതാണ്. ചേട്ടൻ എന്തോ ഷൂ മേടിക്കണമെന്നും പറഞ്ഞ് വന്നതാണ്. ഞങ്ങൾക്കൊന്നും മേടിക്കാൻ വന്നതല്ല. പക്ഷേ എന്താണ് എപ്പോഴും ഇങ്ങനെയാണ്, ആ ചേട്ടൻ എന്തെങ്കിലും മേടിക്കാൻ വന്നാൽ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് മേടിക്കണം ഞാനും റീക്കായും ഒരിക്കൽ. അങ്ങനെ ഇവിടെ നിന്ന് മിലാനോയിൽ വന്നപ്പോൾ ഇവിടെ ഭയങ്കര അടിപൊളി ഓഫറാട്ടോ വിലാജിയോയിൽ. ഖത്തറിലുള്ളവരൊക്കെ വേഗം വിട്ടോ മിലാനോയിലോട്ട്. വേറൊന്നുമല്ല, buy 1 get 2 ഫ്രീ ആണ്. സാധാരണ buy 2 get 1 ഫ്രീ ആണല്ലോ, ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. അങ്ങനെ ഞങ്ങൾ വന്നവിടെ എനിക്ക് ആദ്യം കടിച്ച ഷൂ, ഷൂ അല്ല, ആ ഒരു ചെരുപ്പ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. പിന്നെ ഞാൻ ബാഗാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. മിലാനിൽ നിന്നൊരു ബാഗ് എടുത്ത്, പിന്നെ ചേട്ടൻ ഷൂ എടുത്ത്, റീക്കായും ഒരു ഷൂ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാഗ് ഞാൻ ഇനി അടുത്ത വീഡിയോ വ്ളോഗ് അപ്ലോഡ് ചെയ്യുമ്പം അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ ആ ഫുൾ വ്ളോഗിൽ തന്നെ അപ്ലോഡ് ചെയ്യാവേ. ഒരു അടിപൊളി കിടിലം ബാഗാണ്. അത് കണ്ടപ്പോൾ റീക്ക് എന്നോട് ചോദിച്ചു, നിനക്ക് ചെരുപ്പ് വേണോ അതോ ബാഗ് വേണോന്ന്. പക്ഷേ എനിക്കെത്തോ ബാഗ് മതി എന്ന് പറഞ്ഞു. ബാഗ് ഒരുപാടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് ബാഗ് തന്നെ വേണമെന്ന് പറഞ്ഞു ബാഗാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. എമ്രു ഇങ്ങനെ വായി നോക്കി നിൽക്കുകയാണേ. നോ 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 നോ.
അങ്ങനെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഇനി ഡിന്നർ കഴിക്കാൻ പോവാണേ. ഞങ്ങളിപ്പോൾ ഒരു മാളിൽ റോയൽ പ്ലാസ വന്നിട്ടുണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു പുതിയ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഡിന്നർ കഴിച്ച് ഇനി വീട്ടിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഡേ മൈ ലൈഫ് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം, കാരണം എൻ്റെ കയ്യിൽ ഒട്ടും ചാർജില്ല, 1% ചാർജ് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് വേറെ ഫുഡൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഫുഡ് ആസ് യൂഷ്വൽ ദോശ വല്ലതുമായിരിക്കും. ഇതൊരു തമിഴ് റെസ്റ്റോറൻ്റാണേ. സോ നമുക്കിനി പുതിയൊരു വ്ളോഗിൽ കാണാമേ. ഇവിടെ റോയൽ പ്ലാസയിലാണ് വന്നത്. ഇവിടെ ഒരു പുതിയൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് ആ ചേട്ടൻ പറഞ്ഞു. ദോശയ്ക്ക് കൊള്ളാമെന്ന് പറഞ്ഞാണ് വന്നത്. ദോശ ഓക്കെ, അത്ര സൂപ്പറൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ചാർജൊക്കെ തീർന്നെന്ന് പറഞ്ഞില്ല. എന്താണെന്ന് എനിക്കുണ്ടോ 1% ഉണ്ടായിരുന്നു. ഐഫോൺ തന്നെയാണല്ലേ. നമ്മൾ 1% വെച്ചിട്ട് ഞാൻ ഇത്രയും ബാക്കി കാര്യങ്ങളോട് ഷൂട്ട് ചെയ്തായിരുന്നേ. വ്ളോഗിൽ എനിക്ക് ഇൻക്ലൂഡ് ആക്കാൻ പറ്റി. അങ്ങനെ ഇനിയിപ്പം നമ്മൾ ചേട്ടനെ കൂടെ ഡ്രോപ്പ് ചെയ്ത് നേരെ വീട്ടിലോട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ മറക്കണ്ട, നേരെ വിലാജോ മോളിൽ ഓഫർ തീരുന്നതിന് മുന്നേ വേഗം പൊക്കോ.